ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പടക്കുതിരേനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ എങ്ങോട്ടേക്കല്ല, അമ്മമ്മേൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോണത്. കുറേ ആയി അമ്മമ്മേൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ആദ്യം നല്ല പെരുമഴയൊക്കെ അല്ലേ, അപ്പോൾ ആദ്യം ട്രെയിന് വായിച്ചു, ബസ്സിന് വായിച്ചു, പിന്നെ വിചാരിച്ചു ഈ രണ്ടിന് പോവുകയാണെങ്കിൽ എങ്ങനെയായാലും മഴ കൊള്ളും. അപ്പോൾ പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിട്ട് അങ്ങ് പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഓട്ടോറിക്ഷയിൽ കുറച്ച് ദൂരം ഇരിക്കുക പറഞ്ഞാൽ കുറച്ച് മെനക്കെടാണ്, എന്നാലും അതാണ് സുഖം എന്ന് തോന്നി കേട്ടോ. ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട്, പോണ വഴി മൊത്തം. ചില ഏരിയയിലൊക്കെ ഫുള്ള് റോഡ് വരെ വെള്ളത്തിലായിരുന്നു കേട്ടോ. കണ്ട പാടവും തോടും മൊത്തം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മാതിരി പെരുമഴയാണല്ലോ പെയ്തുകൊണ്ടിരിക്കണേ. കുറച്ച് സമയമൊക്കെ മഴയില്ലാണ്ട് കഴിച്ചില്ല കേട്ടോ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പെരുമഴയായിരുന്നു. അപ്പോൾ നമ്മളിതാ അമ്മമ്മേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത് പുഴ കടന്ന് പോകണം എന്നുള്ള അവസ്ഥയാണ്, റോട്ടുമ്മൽ മൊത്തം കേട്ടോ. അമ്മമ്മേൻ്റെ വീട് പൊന്നാനിയാണ് കേട്ടോ, കൊടത്തൂർ പറയും, പുത്തമ്പള്ളി പൊന്നാനി കൊടത്തൂരാണ് വീട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അമ്മമ്മേൻ്റെ വീടാണ് കേട്ടോ. ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും എന്താ പറയുക, സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം അമ്മമ്മേൻ്റെ വീട് തന്നെയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, കുറച്ചായി പോയിട്ട്, കുറച്ച് മാസങ്ങളായി അങ്ങോട്ട് പോയിട്ട് കേട്ടോ. അപ്പോൾ മാമീൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി അവിടെ മാമി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മാമീൻ്റെ ചിക്കൻ കറി നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്നതിനെ കൊണ്ട് 2-3 മേന്മാരും മക്കളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മയ്ക്ക് മൊത്തം 8 മക്കളാണേ, 7 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല കേട്ടോ, കുറച്ച് സമയം കിട്ടിയുള്ളൂ. രാവിലെ പോയി വൈകുന്നേരം മഴ അതിനെ കൊണ്ടും നേരത്തെ ഇറങ്ങേണ്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ എന്താ പറയുക, സമയം നമുക്ക് തികയില്ലല്ലോ എല്ലാവരും ഉണ്ടാകുമ്പോൾ. പക്ഷെ എന്നാലും ഉള്ള ആ ഒരു കുറച്ച് സമയം എൻജോയ് ചെയ്ത്, മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല പെരുമഴേനെ കൊണ്ട്. അകത്തന്നെ എല്ലാവരും കട്ടുമ്മലൊക്കെ ചടഞ്ഞു കൂടി കഥയും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ള കുറച്ച് സമയം എൻജോയ് ചെയ്തു, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു കുറച്ച് സമയം. കയ്യിലിരിപ്പോണ്ട് കൈ ഒടിഞ്ഞൊരു വ്യക്തി ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.